89.6 FM Sargakshetra. നമസ്കാരം, വെൽക്കം ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് അന്നയാണ്. എന്നത്തെയും പോലെ ഇന്നും നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ മേഖല എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതും ഒരുപോലെ നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു മേഖലയാണ് സിനിമ. എന്തൊരു ബുദ്ധിമുട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള ഒരു മൂഡാണെങ്കിലും ചിലപ്പോൾ പലർക്കും ഒന്ന് ഇതുപോലെ ഓക്കെ ആവാൻ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ സെറ്റാവും അല്ലേ. ഇപ്പോൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഉച്ചയ്ക്ക് ചിലപ്പോൾ ഏകാന്തത അനുഭവിച്ച് ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും. നമുക്ക് ഒരു കംഫർട്ട് സിനിമ ഉണ്ടായിരിക്കും പലർക്കും. അപ്പോൾ ആ സിനിമ വെക്കുന്നു, നമ്മുടെ ചോറ് ഏറ്റവും അടിപൊളിയായിട്ട് ആ ഒരു മീൽ കഴിക്കുന്നു, നമുക്കറിയാതെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ശരിക്കും പലരുടെയും ഒരു കമ്പാനിയൻ കൂടിയാണ് ഈ ഒരു സമയത്ത് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ഒരുപാട് യൂത്ത് ആവട്ടെ അല്ലെങ്കിൽ ഏതൊരു ഇൻഡിവിജ്വലും ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വലിയ മേഖലയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു മേഖലയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തിളങ്ങാൻ പോകുന്ന ഒരു യങ്സ്റ്ററിനെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ സർഗക്ഷേത്രയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ വെൽക്കം ചെയ്യുന്നു അതുൽ കമാൽ. ഹായ്. അതുൽ നമ്മുടെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സിനിമാറ്റോഗ്രാഫി സ്റ്റുഡന്റ് ആണ്. ആൻഡ് ഒരു ലാസ്റ്റ് മൊമെന്റിലേക്ക് എത്തുന്ന രീതിയിലേക്ക് എത്തി കാര്യങ്ങളൊക്കെ അല്ലേ. കോളേജ് ലൈഫൊക്കെ മിസ് ചെയ്യോ? കോളേജ് ലൈഫ് മിസ് ചെയ്യും എന്തായാലും. പക്ഷേ നമ്മുടെ റിയാലിറ്റിയിലേക്ക് കിടക്കുമ്പോൾ വർക്കാണ് ഇമ്പോർട്ടൻറ്റ്. സോ എത്രയും പെട്ടെന്ന് ഇറങ്ങണം. അതാണ് ദാറ്റ് ഈസ് ദ വാട്ട് ഈസ്. ഓക്കെ, എന്തായാലും അതുൽ ഇന്ന് നമ്മുടെ കൂടെ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട്, മെയിൻലി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു മേഖലയുടെ കുറച്ചധികം സ്പെഷ്യൽ റിയാലിറ്റീസ് പറയാനായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ടും തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ എന്തായാലും അതുലിന്റെ ഈ ഒരു മേഖലയിലേക്കുള്ള കടന്നുകയറ്റം തന്നെയാണ് നമുക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു പോയിന്റ്. അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിനോട് ഇൻട്രസ്റ്റ് ആയതിന് പിന്നിലെ റീസൺ എന്തായിരുന്നു? റീസൺ എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് നോക്കും. അപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പം പല രീതിയിലുള്ള സാധനങ്ങളായിരിക്കും. അതായത് ലൈറ്റിംഗ് സെപ്പറേറ്റ് ഉണ്ടാവും, സൺലൈറ്റ് എങ്ങനെ വീഴുന്നു, പിന്നെ ഇതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എന്തൊക്കെ കാണുന്നു, നമ്മൾ ഏത് രീതിയിൽ കാണുന്നു, നമ്മൾ ജനലിലൂടെ കാണുമോ അല്ലെ വാതിലിൻ്റെ പുറത്ത് കാണുമോ. സോ വിഷ്വൽ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഒരു 24 hours നമ്മൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ ആ വിഷ്വലിൻ്റെ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ മിമിക് ചെയ്യുന്നു അല്ലെങ്കിൽ ആൾക്കാർക്ക് നമ്മളതെങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു, ആ ഒരു ഇൻട്രസ്റ്റ് ആണ് എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, വാവ്, അടിപൊളി. ശരിക്കും അപ്പോൾ ഒരു വിഷ്വൽ ട്രീറ്റ് തരാൻ തന്നെയാണ് അതുലിന്റെ ഉദ്ദേശം. എക്സാക്ട്ലി. എന്തായാലും ഏറ്റവും അടുത്ത് തന്നെ കാര്യമായിട്ടുള്ള അച്ചീവ്മെന്റ്സിലൂടെ അത് നമ്മുടെ മുൻപിലേക്ക് എത്തട്ടെ എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ ഒരു വിഷയമാണ്. നമുക്ക് എന്തായാലും ഈ ഒരു ചാറ്റ് കുറച്ചുകൂടി പവർ ആക്കാൻ ഒരു പാട്ട് കേൾക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ? എന്തായാലും വേണം. ഓക്കെ, അപ്പൊ ഏത് സിനിമയിലെ പാട്ട് കേൾക്കണം അതുൽ പറയൂ. എനിത്തിങ് ഓഫ് ഞാൻ എല്ലാ ടൈപ്പ് മ്യൂസിക്കും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, കേൾക്കുന്ന ആളാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മലയാളത്തിൽ തന്നെ തുടങ്ങാം എന്തായാലും. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു അടിപൊളി മലയാളം പാട്ട് കേട്ട് നമ്മൾ തിരുമ്പി വരുവേൻ കൂടെയുള്ള തന്നെയാണ്. ആൻഡ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് അതുൽ കമാലാണ്. എന്തായാലും അതുലിനെ പറ്റിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനി അറിയും, കേൾക്കും, മനസ്സിലാക്കും ഉയരയിലൂടെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. അങ്ങനെ പാട്ടൊക്കെ കേട്ട് പറഞ്ഞ വാക്ക് പാലിച്ച് നമ്മൾ ഫുൾ വൈബിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് എനിക്കും ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്ന ഒരു മേഖലയെ പറ്റിയിട്ടാണ് നമ്മൾ അറിയാനായിട്ട് ഓടി വന്നിട്ടുള്ളത്. എന്തായാലും എൻ്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് സിനിമാറ്റോഗ്രാഫി സ്റ്റുഡന്റ് ആയിട്ടുള്ള അതുൽ കമാലാണ്. അതുൽ, നമ്മൾ എങ്ങനെയാണ് അതുൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ഉണ്ടായ സാഹചര്യത്തെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. ആൻഡ് നമുക്ക് വിഷ്വൽ ട്രീറ്റ് ഒരുപാട് തവണ പ്രോമിസ് ചെയ്തിട്ടുള്ള ഒരാളാണ് എൻ്റെ മുൻപിൽ ഇരിക്കുന്നത്. അത് ഏറ്റവും അടുത്ത് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ വീണ്ടും ആശംസിക്കുന്നു. അത്രേ ഉള്ളൂ. എന്തായാലും നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്യാമറാസ്. പക്ഷെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ക്യാമറ എന്ന് പറയുന്ന വാക്കിന് ഒരു അർത്ഥം ഉണ്ടാവുക അല്ലെ. ആൻഡ് ക്യാമറ എല്ലാവരുടെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഈ ക്യാമറ സെൻസ് ഉണ്ടാവണമെങ്കിൽ കുറച്ചധികം
ബുദ്ധിമുട്ടുണ്ട് അല്ലെ. നമ്മൾ എപ്പോഴും ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ എനിക്ക് മഹേഷിന്റെ പ്രതികാരം സിനിമ ഓർമ്മ വരും. എന്താണ്? ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷെ പഠിക്കാൻ പറ്റും അല്ലെ. യെസ്. അപ്പൊ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള പല മേഖലയിലുള്ള ആളുകളുണ്ട്. അതുപോലെ ഒരാളാണ് അതുലും അല്ലെ. യെസ്. അപ്പോ സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നത് മറ്റെല്ലാവരും കാണുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് വേറിട്ട് ചിന്തിച്ച് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഏതൊക്കെ രീതിയിലെ ആളുകളെ ഞെട്ടിക്കാനായിട്ട് പറ്റും, ലൈക്ക് വാവ് എന്ന് പറയിപ്പിക്കാനായിട്ട് പറ്റും എന്നുള്ളിടത്ത് തന്നെയാണ് ഒരു സിനിമാറ്റോഗ്രാഫറിന്റെ കഴിവ് അല്ലെ. ശരിക്കും ഈ ലൈറ്റിങ്ങിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ട് ഈ ഒരു ഫീൽഡിൽ? ലൈറ്റിംഗ് ആണ് ആക്ച്വലി സിനിമാറ്റോഗ്രഫിയുടെ ഒരു 90% എന്ന് ഞാൻ പറയും. കാരണം ഓരോ ലൈറ്റിങ്ങും ഓരോ മൂഡായിരിക്കും ബിൽഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു ഫിലിം കാണുന്ന സമയത്ത് നമ്മുടെ മൈൻഡിന് ഒരു മൂഡ് ഉണ്ടാവും, സിനിമയ്ക്ക് ഒരു മൂഡ് ഉണ്ടാവും. സോ അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഭവമാണ് ലൈറ്റിംഗ്. ഒരാളുടെ ഫേസിലേക്ക് വീഴുന്ന ലൈറ്റ് മാത്രമല്ല, അതായത് ഇപ്പം അവർ നിൽക്കുന്ന ആംബിയൻസ് എങ്ങനെയാണ്, ആ സ്പേസ് എങ്ങനെയാണ്, നമ്മുടെ ഉദ്ദേശിക്കുന്ന ജോൺറ എങ്ങനെയാണ്, അതിനനുസരിച്ചുള്ള ലൈറ്റിംഗ് എങ്ങനെ വേണം, അതിനനുസരിച്ചിരിക്കും ഓരോ സിനിമയുടെ ഔട്ട്പുട്ടും അല്ലെങ്കിൽ ഓരോ സിനിമ കൊടുക്കുന്ന ഇമോഷൻസും. ആൾക്കാരുടെ മനസ്സിലേക്ക് അത് ആ രീതിയിലാണ് എത്തുക. ഒരു ലൈറ്റിംഗ് മാറിയാൽ തന്നെ ആ സിനിമയുടെ മൂഡ് മാറിയാൽ തന്നെ ആ സിനിമ ആൾക്കാർ എടുക്കുന്ന രീതി മാറും. സോ ലൈറ്റിംഗ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് വേറൊരു കാര്യം കൂടി ഓർമ്മ വന്നേ. ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആ ഒരു സീനിനെ തന്നെ മാറ്റും എന്നുള്ള രീതിയിൽ പല വീഡിയോസ് ഇപ്പോൾ ഇറങ്ങുന്ന സമയമാണ്. ലൈക്ക് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു നോട്ടായിരിക്കും. അതിപ്പോൾ ഒരു ഹീറോയിൽ നിന്ന് ഹീറോയിനിലേക്ക് നോക്കുന്ന ഒരു ജസ്റ്റ് ഒരു സ്റ്റെയർ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ആ സെയിം സീനിൽ നമ്മളൊരു റൊമാൻറ്റിക് സോങ്, ഇപ്പോൾ പറയാതെ അറിയാതെ നീ പോയതല്ലേ എന്ന് പറയുന്ന പാട്ടിന് പകരം വേറെ ഒരു സോങ്, ഒരു ഭയങ്കര എന്താ പറയാ കൊലവിളി അല്ലെങ്കിൽ വൈ ദിസ് കൊലവരടി എന്നുള്ള പാട്ടാണ് ഇടുന്നെങ്കിൽ മൊത്തം മൂഡ് മാറും അല്ലെ. ആൻഡ് സെയിം സിറ്റുവേഷൻ ആണ് എനിക്ക് തോന്നുന്നു ഈ ഒരു മേഖലയിലും പറയുന്നത്. യെസ്. അപ്പോ ഒരൊറ്റ സീനിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ കാണാം അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ അറിയുന്നു. പക്ഷേ ഇനി നമ്മൾ എല്ലാവരും കേൾക്കാൻ പോകുന്നത് ഒരൊറ്റ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അത് ഏത് പാട്ടാണെന്നറിയോ? അതൊരു പാട്ടിലേക്കുള്ള പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഓക്കെ, ഏത് പാട്ടാ വേണ്ടേ? ഇപ്പൊ എന്തായാലും ഒരു പാട്ടിന്റെ പേര് പറഞ്ഞേ തീരൂ. നേരത്തെ ഏതാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിൽ ഫേവറേറ്റ് സോങ് പറയൂ. എന്റെ ഫേവറേറ്റ് സോങ് 3 Idiots എന്ന് പറഞ്ഞ സിനിമയിലെ സുബിഡുബി എന്ന് പറയുന്ന സോങ് ആണ്. അപ്പൊ ഒരു കൂൾ വൈബ് പാട്ട് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ രണ്ടുപേരും മുളുന്നോ? സുബിഡുബി സുബിഡുബി പമ്പാര സുബിഡുബി പരമ്പ സുബിഡുബി സുബിഡുബി അതാണ്. അപ്പൊ ആ പാട്ട് വരുന്നുണ്ട്, കേട്ടുകൊണ്ടിരുന്നോളൂ. സർഗക്ഷേത്ര 89.6 FM ഉയരെ. 89.6 FM സർഗക്ഷേത്ര. യെസ്, അങ്ങനെ പാട്ടും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു ഉയരയിലേക്ക്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ആൻഡ് യു ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് അന്നയാണ്. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് അതുൽ കമാലാണ്. ആൻഡ് അദ്ദേഹം ഒരു സിനിമാറ്റോഗ്രഫി സ്റ്റുഡൻ്റ് ആണ്, KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. യെസ്, ഞാനിപ്പോൾ ഈ ലാസ്റ്റ് വേർഡിലേക്ക് തന്നെയാണ് ഞാനിനി ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഒരുപാട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് അതുൽ എന്തുകൊണ്ടാണ് നമ്മുടെ കോട്ടയത്തുള്ള ഈ ഒരു ബ്രില്യൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ചൂസ് ചെയ്യാനുള്ള റീസൺ? വൈ? മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കേരളയിലെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് അതൊരു ഡിഫറെൻറ്റ് കൾച്ചറാണ്. ഇപ്പം കൂടുതൽ പൊളിറ്റിക്സ് ഞാൻ പറയുന്നില്ല, കൂടുതലായിട്ടും അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നുള്ളത് വേറിട്ട് നിൽക്കും. ഇപ്പം ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ബട്ട് റൺ ചെയ്തത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. സോ അതിൻ്റെ തന്നെ കുറേ ഇപ്പം അഡ്വാൻറ്റേജസ് അതിനുണ്ട്. ഒരു ഫ്രീ ക്യാമ്പസ് ആണ്. അപ്പം നമ്മൾ നമ്മുടേതായ രീതിയിൽ വോയിസസ് ഉയർത്തുന്ന സമയം അതിന് ഒരിക്കലും ഒരു തടസ്സം വരുമോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. സോ നമ്മളുടെ മൈൻഡും ഫ്രീ ആണ്, തോട്ട്സും ഫ്രീ ആണ്. സോ സ്റ്റഡി ചെയ്യാനുള്ള എൻവയോൺമെൻറ്റും ഫ്രീ ആണ്. സോ അതാണ് മെയിൻ റീസൺ. ഓക്കെ, അടിപൊളി. അപ്പോൾ എനിക്ക് ഉറപ്പാണ് നമ്മളിപ്പോൾ ഒരു കോളേജിൽ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു കമ്പാരിസൺ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ സെയിം ഗവൺമെൻറ് കോളേജ് തൊട്ടടുത്ത് ഉണ്ടാവുമ്പോൾ അവിടെ നടക്കുന്ന പ്രോഗ്രാംസിനെ പറ്റി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഒരു ചെറിയ കമ്പാരിസൺ ഒക്കെ വരും. അപ്പോൾ ശരിക്കും KR നാരായണൻ എന്ന് പറയുന്ന ഈ ഒരു കോളേജിനെ, ഈ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വ്യത്യസ്തമാക്കുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ? ലൈക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത എന്തെങ്കിലും ഒരു ഫാക്ടർ പറയാനുണ്ടോ? ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ആ സ്പേസ് തന്നെയാണ്. ആ സ്പേസ് ഞാൻ അതിന് മുന്നേ ഒരു തവണ പോയിട്ടുണ്ട്. സോ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പോയിട്ടുണ്ട്. സോ അവിടുത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻസ്, ആംബിയൻസ്, പിന്നെ അതായത് ഞാനൊരു സിറ്റിയിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് ആ ഒരു ചെറിയൊരു ഐസൊലേറ്റഡ് പ്ലേസിലേക്കുള്ള ഒരു അട്രാക്ഷൻ, ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു കാര്യം അല്ലേ. നമ്മൾ മെൻഷൻ ചെയ്യാൻ മറന്നൊരു കാര്യമുണ്ട്.
അതുൽ ഒരു കോഴിക്കോടുകാരനാണ്. അപ്പൊ നമുക്ക് ഫുഡിന്റെ കാര്യത്തിലേക്കൊക്കെ പിന്നെ പോകാം. ഇത്രയും നേരം പഠിക്കുന്നവരെ പറ്റി ഒക്കെ നമ്മൾ അറിഞ്ഞു, പഠിക്കുന്ന സ്ഥലത്തെ പറ്റി അറിഞ്ഞു. പക്ഷെ ഇനി മെയിൻ പോയിന്റ് പഠിപ്പിക്കുന്നവരെ പറ്റിയിട്ടാണ് അറിയാൻ പോകുന്നത്. ഐ മീൻ ടീച്ചേഴ്സ്. നമുക്കറിയാം ഉറപ്പായിട്ടും ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്യൂട്ടേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവരെ പറ്റി ഒരു വലിയ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. ലൈക്ക് അവരുടെ പഠിപ്പിക്കുന്ന രീതിയെ പറ്റി ഉറപ്പായിട്ടും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. കാരണം നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും ആ ആഗ്രഹത്തിന് ഒരു നമ്മുടെ ടാഗ് ലൈൻ പോലെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരുന്നതാണല്ലോ. അപ്പോൾ ആ ചിറക് ആക്ച്വലി കൃത്യമായിട്ട് പറക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് കറക്റ്റ് ഫംഗ്ഷനിങ് ആണോ എന്നൊക്കെ നോക്കാൻ ഈ ട്യൂട്ടേഴ്സ് കറക്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം. സോ എന്താണ് പറയാനുള്ളത് ട്യൂട്ടേഴ്സിനെ പറ്റി? ആക്ച്വലി എൻ്റെ ഈ ഒരു ഗ്രോത്ത്, അതായത് പേഴ്സണലി ആൻഡ് ഈ പ്രൊഫഷണലി ഉള്ള ഗ്രോത്തിന് ഏറ്റവും വലിയ ഹെൽപ്പായത് നമ്മുടെ ട്യൂട്ടേഴ്സ് തന്നെയാണ്. സോ ഫസ്റ്റ് ഇയേഴ്സ് മുതൽ തന്നെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് എനിക്ക് കിട്ടിയിരുന്നു. സോ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കൂടുതൽ അവർ പറയുന്നത് കേട്ടിട്ട് അവരെ പോലെ ചെയ്യാം, അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടിട്ട് നമ്മുടേതായ രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യാം. സോ ഞാൻ സെക്കൻഡ് ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. കാരണം ഓരോരുത്തർ യൂണീക്കാണ്, ഓരോരുത്തരുടെ സ്റ്റൈൽ ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അഭിമാനം എന്നുള്ള കാര്യം എന്ന് പറയുന്നത് കൂടുതലായി എൻ്റെ ട്യൂട്ടറായി വന്ന ഒരാളാണ് നമ്മുടെ CK മുരളീധരൻ എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫർ. ഞാനിപ്പം മൂളിയ 3 Idiots എന്ന് പറയുന്ന സിനിമ ഉൾപ്പെടെ ഷൂട്ട് ചെയ്ത ഒരു മെയിൻ DOP ആണ് സത്യം പറഞ്ഞത്. സോ ഷഹന ജലാൽ ഈ ഇത്തവണത്തെ നാഷണൽ അവാർഡ് വിന്നിങ് സിനിമാറ്റോഗ്രാഫർ ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന നാഷണൽ അവാർഡ് വിന്നറായ സർ എടുത്തിട്ടുണ്ട്. സോ ഒരു നല്ല ഗ്രൂപ്പ് ഓഫ് ട്യൂട്ടേഴ്സിന്റെ ഇടയിൽ പെട്ടതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഓ ശരിക്കും രക്ഷപ്പെട്ടു അല്ലേ? ഓക്കെ, എന്തായാലും ഇനി നമ്മൾ പാട്ടൊക്കെ കേട്ട് ഒന്ന് ചില്ലായിട്ട് വരാനുള്ള ഒരു മൂവ്മെന്റിലേക്കാണ് പോകുന്നത്. കാരണം അതിനുശേഷം കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. പ്രത്യേകമായിട്ട് ഈ വേൾഡ് കപ്പ് സീസണുമായിട്ട് ബന്ധപ്പെട്ട് അതുലിന് കാര്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് അറിയാൻ കേൾക്കുക ഉയരെ തിങ്കൾ മുതൽ വെള്ളി വരെ എന്നൊക്കെ. കൂടെയുള്ള തന്നെയും അതുലുമാണ്. സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കൂടെ അന്നയുണ്ട് നമ്മോടൊപ്പം. ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് സിനിമാറ്റോഗ്രഫി സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അതുൽ കമാലാണ്. ഈ സെക്കൻഡ് നെയിം കേൾക്കുമ്പോൾ, അതായത് കമാൽ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക്, നമ്മുടെ ലിസണേഴ്സിന് പേര് കുറേ നാൾ നമ്മുടെ റേഡിയോയിൽ കേൾക്കുന്നതാണല്ലോ. ഇത് നമ്മുടെ കമാൽ സാറിന്റെ ആരെങ്കിലും ആണോ എന്നുള്ള ഡൗട്ടൊക്കെ ചിലർക്ക് ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട്. സത്യാവസ്ഥ എന്താണ് അതുലിനോട് തന്നെ ചോദിക്കാം. ചെറിയൊരു ബന്ധമുണ്ട്. കമാൽ സാറിന്റെ മകനാണ് ഞാൻ. യെസ്, വളരെ ചെറിയൊരു ബന്ധമേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമ്മള് വളരെ വലിയൊരു നന്ദി പറയുന്ന വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് നമ്മുടെ കമാൽ സാർ. കാരണം നമ്മുടെ റേഡിയോയുടെ ഹോൾ വേൾഡ് കപ്പ് സീസണെ തന്നെ കുറച്ചൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട്, നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആക്കാൻ വേണ്ടി കമാൽ സാർ എടുത്ത എഫേർട്ടിന് നമ്മൾ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. നമ്മുടെ റേഡിയോ കേൾക്കുന്ന പലർക്കും ആ ഒരു അപ്ഡേറ്റ്സ് കാരണം അവർക്കറിയാം എന്താണ് ഇപ്പം നിലവിൽ നമ്മുടെ അവസ്ഥ, ഈ ഫിഫ വേൾഡ് കപ്പിന്റെ ഒരു അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. സോ അതുൽ, പപ്പ തിരിച്ചെത്തിയോ? നാട്ടിലെത്തിയോ? തിരിച്ചെത്തി, കഴിഞ്ഞ ആഴ്ച തിരിച്ചെത്തി. ആഹാ, കൊള്ളാം. എന്തായിരുന്നു ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ്? വിളിച്ചായിരുന്നോ? സംസാരിക്കാൻ പറ്റിയായിരുന്നോ? ഓൾമോസ്റ്റ് ഡെയിലി സംസാരിക്കാറുണ്ട്. ആണോ? ഞാൻ ഇനി ഒരു ചെറിയ പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഓക്കെ, വേൾഡ് കപ്പിൽ ഏത് ടീമിനെയായിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് നൗ അർജന്റീന ആയിരുന്നു. ഓക്കെ, നമ്മൾ തുല്യ ദുഃഖിതരാണെന്ന് ചുരുക്കം. ഓക്കെ, നമ്മൾ ഇനി അതിനെ പറ്റി ചോദിക്കുന്നില്ല. അസംബ്ലി പിരിച്ചുവിട്ടിരിക്കുന്നു. ഓക്കെ, എന്തായാലും നമുക്കറിയാം കമാൽ സാർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ സ്പോർട്സ് ജേർണലിസ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ പപ്പയുടെ ആ ഒരു ജേർണി നമുക്കറിയാം സക്സസ് ജേർണി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഓരോരോ അച്ചീവ്മെന്റ്സ് ഒക്കെ കാണുമ്പോൾ കുട്ടി അതുലിന് എത്രത്തോളം ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ? ഒത്തിരി ഉണ്ട്. അതായത് സത്യം പറഞ്ഞാൽ റോൾ മോഡൽ എന്ന് പറയാം പപ്പയെ. അതായത് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത വന്ന് ഇത്രയും ഹൈറ്റ്സിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കാര്യമല്ല. പ്രത്യേകിച്ച് എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് തരണം ചെയ്ത് വന്നിട്ടുണ്ടാവും എന്നുള്ളത് ആൾക്ക് മാത്രമേ അറിയുള്ളൂ. സോ ഐ എം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ്. ഞാനത് ചെറുപ്പം മുതലേ കാണുന്നതാണ്. ഒരുപാട് സമയം മാറ്റി വെച്ചിട്ടാണ് ആൾ ഈ പ്രൊഫഷൻ ബിൽഡ് ചെയ്തെടുത്തത്. വീട്ടിലേക്ക് തന്നെ വളരെ ലേറ്റായി വരും, ഓൾമോസ്റ്റ് ഏർലി തിരിച്ചു പോകും, ആ രീതിയിലാണ്. സോ ആ ഒരു എഫേർട്ട് ആൻഡ് ഡെഡിക്കേഷൻ പേ ഓഫ് ചെയ്തു എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും. യെസ്, എന്തായാലും നമുക്ക് ഇനിയും ഒരുപാട് കല്ലക്കൻ മാച്ചസ് ഇതുപോലെ വരാനുണ്ട്. കമാൽ സാർ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ അതുൽ, എന്തായാലും സാറിന് വേണ്ടി നമുക്ക് ഒരു പാട്ട് കേട്ടാലോ? ഓക്കെ, പപ്പയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സോങ് ഉണ്ടോ? ഒന്ന് ഓർത്തു നോക്കിയേ. പപ്പയ്ക്ക് ജയൻ ഫാൻ ആണ്. സോ കസ്തൂരി മാൻമൊഴിയാണ് ഫേവറേറ്റ്. ഓ, അപ്പതാ ഒരു
ക്ലാസിക് ഹിറ്റാണ് ഇനി നമ്മൾ സർഗക്ഷേത്രയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. കമൽ സാർ, ദിസ് സോങ് ഇസ് ഫോർ യു. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM കൂടെയുള്ളത് അന്നയാണ്. ഉയരെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. എന്നോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് സിനിമാറ്റോഗ്രഫി സ്റ്റുഡന്റ് ആയിട്ടുള്ള അതുൽ കമാലാണ്. അതുൽ, നമ്മളെല്ലാവരും ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മൾ പലരും കേട്ടു പരിചയമുള്ള ഒരു ഡയലോഗ് പറയട്ടെ. ഞാൻ ക്ലാസ് കിട്ടിയത് സിനിമയ്ക്ക് പോയി അല്ലെ. പക്ഷേ ഇത്തരത്തിലൊരു പ്രസ്താവന നിങ്ങൾക്ക് ഉച്ചരിക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങളാണ് ആ സിനിമ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു ക്ലാസിന്റെ സ്ട്രക്ചറാണ്, ക്ലാസിന്റെ സ്വഭാവത്തെ പറ്റിയിട്ടാണ്. നമ്മൾ എന്തായാലും ജെൻസി ആയതുകൊണ്ട് ഈ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെയിൻ തീമാണല്ലോ, ഇപ്പോൾ നമ്മുടെ ഒരു ട്രെൻഡ് ആണല്ലോ. അപ്പോൾ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നമ്മുടെ KR നാരായണൻ കോളേജിലെ ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതുലിന്റെ ഡേ ഇൻ മൈ ലൈഫ് കോളേജ് വേർഷൻ? 10 to 5 ആണ് ക്ലാസ് സ്ട്രക്ചർ. പക്ഷേ കൂടുതൽ സമയം ഷൂട്ട് വരുന്നത് 12 hours അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈ 12 hour ഷെഡ്യൂൾ ഇപ്പോഴാണ് റീസെന്റ് ആണ് ഇംപ്ലിമെന്റ് ചെയ്തത്. അല്ലെങ്കിൽ 15 hours പെർ ഡേ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. മോർണിംഗ് 6 to ഈവനിങ് 9 നമ്മൾ ഷൂട്ടിലായിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് ടയേർഡാണ്, സ്ലീപ്പ് ചെയ്യുക, നെക്സ്റ്റ് ഡേ റിപ്പീറ്റ്, സെയിം സ്ട്രക്ചർ. അപ്പൊ ഈ ക്ലാസ് ഉണ്ടാവുന്ന സമയത്ത് ഇപ്പൊ ഇത് ഒരു പ്രാക്ടിക്കൽ വേർഷൻ ആണ് നമ്മളിപ്പോ കേട്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ക്ലാസ് ഉണ്ടാവുന്ന സമയത്ത് 10 to 5 എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാണ്. ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള മേഖലയാണെങ്കിൽ കൂടി പല സമയത്തും നമ്മൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ഫേസ് ചെയ്തിട്ടുള്ള ചാലഞ്ചസ് അല്ലെങ്കിൽ അതിനെങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളത് നമ്മുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാവോ? ഷുവർ. മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ റെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്ലീപ്പ് അവേഴ്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ എഫക്റ്റ് ആവും. നല്ലപോലെ സാക്രിഫൈസ് ചെയ്യേണ്ടി ഓക്കെ. അതായത് കൂടുതൽ ഷൂട്ടിന്റെ സമയം എന്ന് പറയുന്നത് ഷൂട്ട് ഒരു പാർട്ട്, അത് കഴിഞ്ഞിട്ടുള്ള ഡിസ്കഷൻ ആൻഡ് ബാക്കി സംഭവങ്ങൾ അത് കഴിഞ്ഞിട്ടുണ്ടാവും. സോ ആഫ്റ്റർ 9 നമ്മൾ കൂടുതൽ അതിലിരിക്കും. സോ ഒരു മാക്സിമം സ്ലീപ്പ് ചെയ്യുന്നത് ഒരു 4-5 hours ഒക്കെ ആയിരിക്കും. സോ ആ ഒരു ഷെഡ്യൂളിലേക്ക് അഡ്ജസ്റ്റ് ആയി വരാൻ കുറച്ച് ടൈം എടുത്തു. ബട്ട് ആഫ്റ്റർ ദാറ്റ് കുഴപ്പമില്ല, എല്ലാം ഈസി ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ വളരെ ഈസി ആണെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത്ര ഈസി അല്ല അല്ലേ? പക്ഷെ നമുക്കറിയാം, എല്ലാം ഒരു അടിപൊളി സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത് ആളുകൾ കണ്ട് കൈയടിക്കുമ്പോൾ ഈ എഫേർട്ട് അതാണ്. അപ്പൊ അതുപോലൊരു കലക്കൻ സിനിമയിലൂടെ അതുലിന്റെ കഴിവുകളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റട്ടെ ഏറ്റവും അടുത്ത് തന്നെ. പക്ഷെ ഒരു കാര്യം നമ്മുടെ പിൻവിൽ അല്ലെങ്കിൽ നമുക്കിനി ഒരു സ്പെഷ്യൽ സർപ്രൈസ് പൊട്ടിക്കാനുണ്ട്. പക്ഷെ അത് പതുക്കെ കേൾക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതറിയാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടർന്ന് കേൾക്കുക. ഇത് സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് സിനിമാറ്റോഗ്രഫി സ്റ്റുഡന്റ് ആയിട്ടുള്ള അതുൽ കമാലാണ്. അതുലിന്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടു, അറിഞ്ഞു. ആൻഡ് ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ തന്നെ ഞെട്ടി. ഓ, ഇങ്ങനെയൊക്കെയാണല്ലോ ഈ സംഭവം വർക്ക് ചെയ്യുന്നേ. നമുക്ക് ഒരു സിനിമ കാണുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാം അതിന്റെ പിന്നിലുള്ള ഓരോരുത്തരുടെയും എഫേർട്ട് എന്താണെന്നുള്ളത്. പക്ഷെ അത് ഒരു പഠന മേഖലയിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിതാ ഓരോ കാര്യങ്ങളായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇനി ഒരു സാധാരണക്കാരൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഞാനിനി സംസാരിക്കാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു അഡ്മിഷൻ സീറ്റ് തന്നെയാണിത്. ഈ ഒരു കോഴ്സിലേക്ക് ഇഷ്ടമുണ്ടായാൽ മാത്രം പോരാ, അതിനനുസരിച്ചുള്ള ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ വേണം ഇവിടെ എത്തിപ്പെടാൻ അല്ലെങ്കിൽ ഒരു സീറ്റ് കിട്ടാനായിട്ട് അല്ലേ. അപ്പോൾ അഥവാ സീറ്റ് കിട്ടിയാലും ഉറപ്പായിട്ടും സാധാരണക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഡൗട്ട് ഇതിന്റെ കോസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ടെൻഷൻ ആയിരിക്കും. അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണോ ഇത് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ താല്പര്യം. ഡെഫിനറ്റ്ലി. അതായത് ഈ കോഴ്സിന്റെ 3 വർഷ കോഴ്സിന്റെ ടോട്ടൽ ഫണ്ട് എന്ന് പറയുന്നത് 3 lakhs ആണ്, ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ ഫീസ്. ഓ യെസ്. സോ പെർ സെമസ്റ്റർ ഒരു പെർ ഇയർ വരുന്നത് ഒരു 1 lakh, അറൌണ്ട് 1 lakh ആണ് വരുന്നത്. സോ അത് ആക്ച്വലി അഫോർഡബിൾ ആണ്. കാരണം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ച് കവർ ചെയ്യുന്ന സമയത്ത് പെർ ഇയർ തന്നെ ലാക്സ് വരുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എനിക്കറിയാം, കൊച്ചിയിലും ബാക്കിയൊക്കെ ആയിട്ട്, കേരളത്തിൻ്റെ പുറത്തൊക്കെ ആയിട്ട്. സോ ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കിട്ടുന്നുമുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള കോസ്റ്റും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമാണ് ഈ സ്ട്രക്ചർ ഉള്ളത്. ഓക്കെ, എന്തായാലും അതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു.
ആൻഡ് ഇതിനോടൊപ്പം തന്നെ ചോദിക്കാനുള്ള മറ്റൊരു കാര്യമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവിടേക്ക് എത്തിപ്പെടാനായിട്ട്. അപ്പോൾ കുറേ അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിലും നമ്മൾ ഒരുപാട് ആളുകളുടെ എക്സ്പീരിയൻസുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനോട് ചോദിക്കുകയാണ്, എത്ര തവണയാണ് ഈ ഒരു എക്സാം എഴുതിയിട്ടുള്ളത് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള? യെസ്, ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ അഡ്മിഷൻ കിട്ടി. അടിപൊളി. അപ്പൊ ചില്ലറക്കാരനല്ല. യെസ്, അല്ല. യാ, അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ചില്ലറക്കാരനല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ തന്നെ നമ്മൾ ഒരു അടിപൊളി പാട്ടായിട്ട് വെച്ചു കൊടുത്ത് ആ ഒരു സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പാട്ടും കേട്ട് നമ്മൾ തിരിച്ചെത്തുന്നു ഉയരയിലേക്ക്. സർഗ ക്ഷേത്ര 89.6 FM ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ദി ഷോ. ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മുടെ കൂടെ ഇത് ജോയിൻ ചെയ്തിരിക്കുന്നത് സിനിമാറ്റോഗ്രഫി സ്റ്റുഡന്റ് ആയിട്ടുള്ള അതുൽ കമാലാണ്. ശരിക്കും അതുലിനും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരവ് എന്ന് പറയുന്ന മൂവിക്കും തമ്മിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന് ഞങ്ങൾ വീണ്ടും കണ്ടുപിടിച്ചിരിക്കുന്നു. സത്യമാണോ അത്? യാ, അതെന്താണെന്ന് ഞാൻ തന്നെ റിവീൽ ചെയ്യുന്നു. വരവ് എന്ന മൂവിയിലെ അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫർ ആയിട്ടാണ് നമ്മുടെ അതുൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത്, അല്ലേ? Am I right? Yes. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ഡ്രീം മൊമെന്റ് അച്ചീവ് ചെയ്തപ്പോൾ? കാരണം നമുക്ക് എല്ലാവർക്കും ഈ ഒരു മേഖല പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഒരു സിനിമയിൽ അടിപൊളിയായിട്ട് അവരുടെ വർക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് തെളിയിച്ച ഒരാൾ കൂടിയാണ് എൻ്റെ മുൻപിലിരിക്കുന്നത്. നേരത്തെ അതാണ് ഞാനൊരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ സർപ്രൈസ് പൊട്ടിച്ച സ്ഥിതിക്ക് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആദ്യം തന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സിനിമയായിട്ട് ഒരുപാട് വ്യത്യസ്തമാണ്. അപ്പം അതിലേക്ക് എത്തിപ്പെട്ടിട്ട് അതൊന്നും അക്കസ്റ്റംഡ് ആവാൻ കുറച്ച് ടൈം എടുത്തു. ബട്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു കില്ലർ എക്സ്പീരിയൻസ് ആയിരുന്നു, പറയാൻ പറ്റില്ല. നമുക്കറിയാം ഷാജി കൈലാസ് എന്ന് പറയുന്ന ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, നമുക്ക് ചെറുപ്പം തൊട്ടേ ഇടിപ്പടം കാണാന്ന് പറഞ്ഞ് നമ്മൾ ടിപ്പിക്കൽ മലയാള ഭാഷയിൽ നമ്മൾ അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന്റെ എല്ലാ മൂവീസും കാണാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ആദ്യത്തെ വർക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു അങ്ങനെ എത്തിപ്പെട്ടത്? ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് എന്നുള്ള രീതിയിലാണ് സാറിനെ ഫസ്റ്റ് കാണുന്നത്. ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യാൻ എത്തിയത് സാറിന്റെ കൂടെ ആണോ? ഓക്കെ, സോ അത് അവിടെ തന്നെ അടിപൊളി സെറ്റായി. ഞാൻ എന്നെ തന്നെ പറഞ്ഞു വിശ്വസിച്ചു. റിയാലിറ്റിയാണ്. ശരിക്കും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ നമുക്കറിയാം പക്ക ഒരു മൂവി എടുക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന വർക്ക്സ് ഒക്കെ. പക്ഷെ ഒരു സിനിമയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയൽ. അപ്പോൾ സിനിമ കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാനായിട്ട് പറ്റി? ഏറ്റവും വലിയ റിയലൈസേഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സാധനങ്ങൾ നമ്മൾ അൺലേൺ ചെയ്തിട്ട് വേണം ഇൻഡസ്ട്രിയിലേക്ക് കടക്കാൻ. ലൈക്ക് പ്രൈമറി സ്റ്റേജിലേക്ക് നമ്മൾ വീണ്ടും എത്തണം, അല്ലേ? പ്രൈമറിയിലേക്ക് കൊണ്ടുവെത്തണം. നമ്മൾ ഗ്രാസ്പ് ചെയ്ത സാധനങ്ങൾ മനസ്സിൽ വെക്കുക, ഇൻഡസ്ട്രിയിൽ എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക് നമ്മൾ ചെയ്യുക. ടെക്നിക്സ് മാത്രം യൂസ് ചെയ്യുക. ടെക്നിക്സ് മാത്രമല്ല, ഇപ്പം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സേഫാണ്. നമുക്ക് ഫണ്ടിങ് ഉണ്ടാവും, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മൂഡ് ബിൽഡ് ചെയ്തെടുക്കാം. ബട്ട് സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയാണ്, അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ അവിടെ എന്താണ് ആവശ്യം, ഓഡിയൻസിന് എന്താണ് വേണ്ടത് എന്നുള്ളതായിരിക്കും പ്രൈം ഇമ്പോർട്ടൻസ്. അതനുസരിച്ച് നമ്മൾ തന്നെ ഒന്ന് റീട്യൂൺ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ ഏകദേശം എത്ര നാളുണ്ടായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് ഒരു 90 days ഉണ്ടായിരുന്നു. 90 days ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കം മുതൽ ഇപ്പൊ ക്ലാസ് ഉള്ള സമയം പോലെ തന്നെ ആയിരുന്നോ ഷൂട്ടിങ്ങിന്റെ ടൈമും? രാവിലെ പുലർച്ചെ പോകുന്നു, വൈകുന്നേരം വരുന്നു, അങ്ങനെ തന്നെ ആയിരുന്നോ? ഓൾമോസ്റ്റ് ആയിരുന്നു. ഷാജി സാറിന് ഒരു പ്രത്യേകത ഉണ്ട്, അതായത് ഒരുപാട് ടൈം വർക്ക് ചെയ്യിപ്പിക്കില്ല. ഓൾമോസ്റ്റ് ഒരു 12 hours ആയാൽ തന്നെ സാറ് എല്ലാവരും പോയി കിടന്നുറങ്ങും. നീയും പോയി കിടന്നുറങ്ങും. ഓക്കെ. അപ്പൊ എന്തായാലും ആ ഒരു സ്പെഷ്യൽ മൊമെന്റ് നമ്മളുടെ കൂടെ ഷെയർ ചെയ്തപ്പോൾ നമുക്കും അദ്ദേഹത്തിന്റെ പല പല അടിപൊളി സിനിമകളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടിപൊളി ആക്ഷൻസും ഒക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് വേണ്ടി നമുക്കൊരു ചെറിയൊരു പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വന്നാലോ? ഓക്കെ, എന്തായാലും തിരിച്ചിങ്ങോട്ട് വരണം കേട്ടോ, കാരണം കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഇനിയും പറയാനുണ്ട്. വേറെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.
സർഗക്ഷേത്ര 89.6 FM നമ്മൾ തിരിച്ചു വരുന്നു. ഉയരയിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. അതിന്റെ കൂടെ നമ്മുടെ സ്വന്തം അതുൽ കമാൽ തന്നെയാണുള്ളത്. അതുൽ ഒരു വരവിന്റെ വിശേഷം തന്നെയാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇനി അതുലിന്റെ കുറച്ചധികം ഫ്യൂച്ചർ എന്താണ്, ഇന്ദുചൂടന്റെ ഭാവി പരിപാടികൾ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാൻസ് നമുക്ക് അറിയാനുള്ള ഒരു ചെറിയ ആഗ്രഹമുണ്ട്. നമുക്കറിയാം ഇനിയും ഒരുപാട് അടിപൊളി വർക്ക്സ് അതുലിനെ കാത്തിരിക്കുന്നുണ്ട്, അതുലിന് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടം ഏതൊരു ടൈപ്പ് ഓഫ് ഒരു ജോൺറെ പിടിക്കാനാണ്, അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക്സ് പിടിക്കാനാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു ഫാന്റസി എലമെന്റ് റിയാലിറ്റിയിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. ഞാൻ ആക്ച്വലി എന്റെ പ്രൊജക്ട്സിലും ട്രൈ ഔട്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പൊ നമ്മുടെ ജെൻസി ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡെലുലു ഇസ് ദ സൊല്ലുലു. ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഇതിനെ പറ്റി വലിയ കാര്യമായിട്ട് അറിവില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഓക്കെ എന്ന് പറഞ്ഞു. സൂപ്പർ സൂപ്പർ. ശരി, അപ്പോൾ നമുക്കിനി അറിയാൻ താല്പര്യമുള്ളത്, ഈ ഒരു മേഖലയിലേക്ക് അതുൽ എത്തി, പക്ഷെ ഉറപ്പായിട്ടും ഒരു ഐഡൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്നായിരിക്കില്ല, ചിലപ്പോൾ ഒരുപാടുണ്ടാവും. പക്ഷെ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സൺ അങ്ങനെ ഉണ്ടോ ആരെങ്കിലും? ഉണ്ട്. അതായത് ഒരു മെക്സിക്കൻ സിനിമാറ്റോഗ്രാഫറായ ഇമ്മാനുവൽ ലുബിസ്കി എന്ന് പറയുന്ന ഒരു ആളുണ്ട്. സോ ആളുടെ ഫിലിംസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ളതെന്ന് പറയാം. കൂടുതലായിട്ടും ഈ റെവനന്റ് അല്ലെങ്കിൽ ദ ട്രീ ഓഫ് ലൈഫ്, ആ രീതിയിലുള്ള മൂവീസ് എന്ന് പറയുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മൂവീസാണ്. അതായത് ആ മൂവി കണ്ടാൽ നമ്മുടെ ഇമോഷൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് എൻറ്റയർലി മാറും, എൻറ്റയർലി ഉൾട്ടയടിക്കും. സോ സാറിന്റെ വർക്ക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, ഇപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. ഞാനൊരു ചെറിയ ഡൗട്ട് ചോദിച്ചോട്ടെ, സാറിന്റെ വർക്കിൽ ഈ ഫാന്റസി എലമെന്റ്സ് ആണോ ഉള്ളത് കൂടുതലായിട്ടും? രണ്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന സെയിം സംഭവം സാറിലുണ്ട്. ഓക്കെ, അപ്പൊ അടിപൊളി. എന്തായാലും സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവീസ് ഏതാണെന്ന് ഒന്നുകൂടി പറഞ്ഞേ. റെവനന്റ്, ട്രീ ഓഫ് ലൈഫ്. ഓക്കെ, എനിക്ക് ഉറപ്പാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ചിലപ്പോൾ ഈ മൂവീസ് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി ചോദിച്ചത് കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിൽ നമ്മുടെ കോഴിക്കോടുകാരനാണ് അല്ലേ? എന്തായാലും കോഴിക്കോട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വല്ലാതെ എന്നെ ആകർഷിക്കുന്ന ഒരു കാര്യമുണ്ട്. വേറെ ഒന്നുമല്ല, ഫുഡ് തന്നെയാണ്. അപ്പോൾ ഫുഡിന്റെ ഐറ്റംസിലേക്ക് നമ്മൾ കാര്യമായിട്ടൊന്ന് ഫോക്കസ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞു ഒബ്സർവേഷൻ സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിനിമാറ്റോഗ്രാഫർക്ക്. അപ്പോൾ കാര്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്പോട്ട് ഉണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ കോഴിക്കോട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്പോട്ട് അല്ലെങ്കിൽ ഒരു ഫുഡ് ഐറ്റം, അങ്ങനെ എന്തെങ്കിലും? സ്പോട്ട് എന്ന് പറയുന്നത് ഏറ്റവും കോമൺ സ്പോട്ടായ ബീച്ച് തന്നെയാണ്. ഈ ബീച്ച് തന്നെ പല ടൈപ്പ് ബീച്ചുകളുണ്ട്. നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ബീച്ചുകളുണ്ട്, കുറച്ചും കൂടി എസ്തെറ്റിക് ആയിട്ടുള്ള ബീച്ചുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പോയിട്ട് കുളിക്കാൻ പറ്റുന്ന ബീച്ചുകളുണ്ട്. അപ്പം ഏത് വേണം ട്രൈ ചെയ്യാം. ബീച്ചാണ് ഏറ്റവും പ്രൈം സ്പോട്ട്. അടിപൊളി. അപ്പൊ എന്തായാലും RJ സൂരജ് എന്നോട് ചോദിക്കും, ഇതൊക്കെ ഞാനും പറഞ്ഞു തന്നിട്ടില്ലേ, പക്ഷെ നമുക്ക് സെക്കൻഡ് ഒപ്പീനിയനും കൂടി കിട്ടണം അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ. എന്തായാലും ഇനി നമുക്ക് അറിയാൻ താല്പര്യമുള്ളത്, കുറച്ച് നമ്മൾ സീരിയസ് ആവാൻ പോവാണ് കേട്ടോ. എന്തായാലും അതുലിന്റെ ലൈഫിൽ ഉറപ്പായിട്ടും ഒരു വലിയ ഡ്രീം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മൾ സിനിമയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷാജി കൈലാസ് സാറിന്റെ കൂടെ വർക്ക് ചെയ്ത് ആ ഒരു ഡ്രീം ആക്ച്വലി അക്കംപ്ലിഷ് ചെയ്തു. പക്ഷെ നമുക്ക് ഇനിയും ഡെവലപ്ഡ് ആവണം, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ കുറച്ചുകൂടി ഗ്രോത്ത് ഉണ്ടാവണം, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ എനിക്കറിയാൻ താല്പര്യമുള്ളത്, സിനിമ എന്നുള്ള ഒരു കാര്യം നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കാണ്. എനിക്കറിയാം താല്പര്യമില്ലാന്ന്, എന്നാലും ചെറിയ രീതിയിലൊന്ന് മാറ്റിവെക്കണം. ഇതല്ലാതെ വേറെ ഏതൊക്കെ മേഖലകളിലാണ് അതുലിന്റെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത്? ഹോബീസ് എന്തോ ആവാം. ഞാൻ സിനിമയിലേക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും അവസാനമാണ് സിനിമയിലേക്ക് എത്തിയത്. അതിന് മുന്നേ ഞാൻ കൂടുതലായിട്ട് ഡാൻസ് ആയിരുന്നു എൻ്റെ മെയിൻ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഞാനൊരു ഡാൻസ് കൊറിയോഗ്രാഫറാണ്. ഒരു ഇൻഡിപെൻഡന്റ് ഫീച്ചർ ഫിലിമിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. സോ കട്ടപ്പാടത്തെ മാന്ത്രി എന്ന് പറയുന്ന ഒരു ഫിലിമിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 10-12 ഇയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സിനിമ കാണുന്നുണ്ടെങ്കിലും ഡാൻസ് ആയിരുന്നു എൻ്റെ മെയിൻ പാഷൻ. ഞാൻ ആദ്യം വിചാരിച്ചത് ഞാനൊരു ഡാൻസ് കൊറിയോഗ്രാഫർ ആവുന്നതാണ്. ബട്ട് അത് പാരലലി കൊണ്ടുപോകുന്നുണ്ട്. അതിന് കൂടെ ഇതും സിനിമാറ്റോഗ്രഫിയും കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് പ്ലസ് ദാറ്റ് ഞാനൊരു നാഷണൽ ലെവൽ ബാസ്കറ്റ്ബോൾ പ്ലെയറും കൂടിയാണ്. പോരട്ടെ, ബാക്കി പോരട്ടെ, ലിസ്റ്റ് പോരട്ടെ. അതിൻ്റെ കൂടെ അഡീഷണലി റൈറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഒരു ക്രിയേറ്റീവ് ഒരു കണ്ടന്റ് റൈറ്റർ ആയിരുന്നു. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തതിന് മുമ്പ് ഒരു അഡ്വർടൈസിംഗ് ഏജൻസി. സോ ഇതൊക്കെയാണ്. ഇത്രയേ ഉള്ളൂ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതേ, നമ്മുടെ കിലുക്കം സിനിമയിലെ രേവതി പറയില്ലേ, ഇത്രയും ഞാൻ ചെയ്തുള്ളൂ ഇതിനകത്ത്. അതുപോലെ ഇത്രയും ചെറിയ ചെറിയ കഴിവുകളുള്ള ഒരു സകലകലാ വല്ലഭനാണ് നമ്മുടെ അതുൽ എന്നുള്ളത് കൂടി നമുക്ക് ഇപ്പോ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഈ സത്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്കൊരു പാട്ടിലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ആ പാട്ട് വരുന്നുണ്ട്, പാട്ടിന് ശേഷം നമ്മുടെ വിശേഷങ്ങളും വരുന്നുണ്ട്. അതുൽ കമാലാണ് നമ്മുടെ കൂടെയുള്ളത്. സിനിമയെ ഇഷ്ടപ്പെടുന്നവരെ ഇതിലേ കൂടെയുള്ളത് അന്യമാണ്. 89.6 FM സർഗക്ഷേത്ര.
നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഫീൽഡിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട്. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ പലരുടെയും സ്വപ്നമായിരിക്കും അല്ലെ. എന്തായാലും ഈ സ്വപ്നത്തിലേക്ക് പല മേഖലയിലൂടെയും നമുക്ക് എത്താനായിട്ട് പറ്റും. സോ ഇപ്പോൾ ഒരാൾ തന്നെ പല വർക്ക്സ്, ഇപ്പോൾ സിനിമയിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ. പ്രൊഡ്യൂസറായിട്ടും ഡയറക്ടറായിട്ടും ആക്ടറായിട്ടും സിംഗറായിട്ടും ഒക്കെ വന്നിട്ടുള്ള ഓരോരോ സ്പെഷ്യൽ പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കും ഓരോ മേഖലയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും സിനിമാറ്റോഗ്രഫി മേഖലയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അതുൽ നമ്മുടെ കൂടെയുണ്ട്. അതുലിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ കൂടെ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ഭാവിയിൽ താല്പര്യപ്പെടുന്നവർക്ക് ഇതൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും അല്ലേ? അല്ല പിന്നെ എന്തായാലും അതുലിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഉറപ്പായിട്ടും സിനിമയിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ വരവ് എന്ന് പറയുന്ന സിനിമയെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇനിയിപ്പോൾ ബാക്കി സിനിമകളിലെ വിശേഷങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ, ഈ സിനിമകൾക്ക് ഓരോരോ മൂഡുണ്ടെന്ന് നമ്മൾ സംസാരിച്ചു. ഒരൊറ്റ സീനിന് പല രീതിയിലേക്ക് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാം. പക്ഷേ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന രീതിയിൽ, ആ കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്കാണ് അത് ഓഡിയൻസിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ ഡയറക്ടറിന് ഒരു പോയിന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു തോട്ട് ഉണ്ടാവും. അതിനനുസരിച്ച് കൃത്യമായിട്ട് സിനിമാറ്റോഗ്രാഫറും കറക്റ്റായിട്ടൊരു ഔട്ട്പുട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ ശരിക്കും ഈ ഒരു കളർ ടോൺ ആണെങ്കിലും അല്ലെങ്കിൽ ജോൺറ ആണെങ്കിലും എസ്തെറ്റിക്സ് ആണെങ്കിലും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഈ ഫീൽഡിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പല സിനിമകളും ഇല്ലാതായതും പല ഗ്രേറ്റ് വർക്ക്സ് ഉണ്ടായതും ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ കാരണമാണ്. അതായത് സിനിമാറ്റോഗ്രാഫർ, ഡയറക്ടർ മാത്രമല്ല, ഹോൾ ക്രൂ, ആക്ടേഴ്സ്, എഡിറ്റേഴ്സ്, സൗണ്ട് ഡിസൈനേഴ്സ്, പിന്നെ കളറിസ്റ്റ്, എല്ലാവരും ചേർന്നുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ സിനിമ എന്ന് പറയുന്നത്. സോ ഡയറക്ടറും സിനിമാറ്റോഗ്രാഫറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, ഞങ്ങളൊരു തമാശക്ക് പറയാനുണ്ട്, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആണ്. അവർ തമ്മിൽ പിരിഞ്ഞാൽ അത് ആ ഫാമിലി വർക്ക്ഔട്ട് ആവില്ല, ആ സിനിമ വർക്ക്ഔട്ട് ആവില്ല. സോ അതിനനുസരിച്ചുള്ള ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ കൈ കിട്ടും, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ സ്ക്രിപ്റ്റ് നമുക്ക് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് നമ്മളത് നമ്മളുടെ മൈൻഡിൽ ആ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ഒരു ഇമേജ് വരും. ആ ഇമേജ് ആണോ ഡയറക്ടറിന്റെ മനസ്സിലുള്ളത് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അല്ല എങ്കിൽ നമ്മളൊരു മ്യൂച്വൽ ടേംസിലെത്തും, ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത്. സോ ആ ഒരു ക്രിയേറ്റീവ് ഡിസ്കഷൻസ് ആണ്. പല രീതിയിൽ ആർഗ്യുമെന്റ് ഉണ്ടാവും, പല രീതിയിൽ കച്ചറ ഉണ്ടാവും, അടി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത് ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സോ അതിന് മ്യൂച്വലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ടീം വേണം, സിനിമാറ്റോഗ്രാഫറും ഡയറക്ടർ കോമ്പിനേഷൻ വേണം. അങ്ങനെ വന്നാൽ ഏറ്റവും ബെസ്റ്റ് സിനിമനെ കിട്ടും. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ പോലെ ചില്ലറ കാര്യമല്ല, കുറച്ചധികം കാര്യമായിട്ടുള്ള തല്ലിലൂടെയും അല്ലെങ്കിൽ വളരെ സമാധാനമായിട്ടുള്ള ചർച്ചകളിലൂടെയൊക്കെ തന്നെയാണ് ഇത്രയും അടിപൊളി സിനിമകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മിസ്റ്ററി വേൾഡിൽ ഇപ്പോഴും ഓരോരുത്തരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പ്രഗത്ഭരായിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ആണെങ്കിൽ കൂടി ഓരോ മിനിറ്റിലും അവർ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ ആളുകൾ അത് സ്വീകരിക്കില്ല അല്ലെ? അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇനി നമുക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം, ഈ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അവർക്ക് ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ഈ സിനിമയിൽ എന്തെങ്കിലും ആയാൽ മതി എന്ന് വരെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടോ? ഏറ്റവും കാര്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ എന്താണ് എയിം ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഒരു തോണിയിൽ കയറിയാൽ ആ തോണിയിൽ തന്നെ ത്രൂ ഔട്ട് ദ ജേർണി പോകാൻ സാധിക്കണം. സെപ്പറേറ്റ് തോണിയിലേക്ക് കയറി അവിടെ മാറി ചാടി കളിക്കാൻ പറ്റില്ല, വെള്ളത്തിൽ വീഴും, ഉറപ്പായിട്ട് വീഴും. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, മോട്ടിവേഷൻ നഷ്ടപ്പെടാതെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. കൃത്യമായിട്ട് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി ട്രൈ ചെയ്യണം. അപ്പം ഇതൊരു ഹാർഡ് ഇൻഡസ്ട്രിയാണ്. സോ ടു ബി ഫ്രാങ്ക്, വളരെ ഹാർഡാണ്. അത് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തേ മതിയാവും. സോ അത് ഫേസ് ചെയ്യാൻ തയ്യാറാവുക, നമ്മൾ മോട്ടിവേഷൻ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക്സ്. എന്തായാലും ഇനി നമുക്ക് അതുലിൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ്, നമുക്കറിയാം ഈ ഒരു മേഖലയിലേക്ക് ഇപ്പം നേരത്തെ പറഞ്ഞു കുറച്ചധികം പണിയുള്ള പരിപാടിയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും സ്നേഹം അല്ലെങ്കിൽ ഇത്രയും പ്യാർ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടെത്തിച്ച ഒരു റീസൺ എന്താണ്? ഏറ്റവും വലിയ റീസൺ എൻ്റെ ഫാമിലി തന്നെയാണ്. അതായത് ഏറ്റവും ചെറുപ്പം മുതൽ തന്നെ നമ്മൾ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ വീക്കും ഒരു 2 ഫിലിംസ് എങ്കിലും തിയേറ്ററിൽ പോയി കാണും. ഒരു ഹെവിലി ഫിലിം ബഫാണ് നമ്മുടെ ഫാമിലി എല്ലാവരും എന്ന് പറയുന്നത്. സോ അത് സ്ക്രീനിലൂടെ ഇതുപോലെ കണ്ടാണ് എൻ്റെ മൈൻഡിലേക്ക് ഈ ഒരു ഇമേജ് എത്തിച്ചേർന്നത്. സോ ഞാൻ ഓൾമോസ്റ്റ് സ്കൂളിങ്ങിൽ തന്നെ ഡിസൈഡ് ചെയ്തിരുന്നു, ഹാർഡ് ഇൻഡസ്ട്രിയാണ്, സ്റ്റേബിൾ ഇൻകം അല്ല, ബട്ട് ഐ വിൽ ചൂസ് ദിസ്. ഓക്കെ, എന്തായാലും ഫാമിലിയുടെ സപ്പോർട്ട് നേരത്തെ അതുൽ പറഞ്ഞ പോലെ വളരെ പ്രധാനമാണ്. കാരണം യങ്സ്റ്റേഴ്സ് എല്ലാവരും ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഫാമിലി ഉണ്ടെങ്കിൽ അവർക്കൊരു ധൈര്യമുള്ളൂ. അല്ലെങ്കിൽ വേണ്ട, നീ പോണ്ട, ഇനി നമുക്ക് വേറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നീ ഇത് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കമ്പൽ ചെയ്യുന്ന ഒരുപാട് പാരൻസ് ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അപ്പോൾ അത്തരത്തിൽ ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു സപ്പോർട്ട് ഉണ്ടാവട്ടെ അല്ലേ? അത് തന്നെയാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത്. അവരവർ
ഇഷ്ടപ്പെടുന്ന മേഖലയിൽ അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഓരോരോ ചാൻസസ് അവർക്ക് കിട്ടട്ടെ, എങ്കിലേ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് എന്തിനാ ഇത്രയും സ്ട്രെസ്? ഓക്കെ, അപ്പൊ എന്തായാലും സ്ട്രെസ് മാറ്റാൻ വേണ്ടി ഇപ്പൊ ഒരു സ്ട്രെസ് ബസ്റ്റർ ഒരു പാട്ടിന്റെ രൂപത്തിൽ അങ്ങോട്ട് കേട്ടാലോ? അല്ല പിന്നെ കൂടെയുള്ളത് തന്നെയാണ്. ആൻഡ് നമ്മുടെ കൂടെയുള്ളത് അതുൽ കമാലാണ്. സിനിമാറ്റോഗ്രഫി ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. അടിപൊളി സിനിമാറ്റോഗ്രാഫർ ആവാനുള്ള ആളാണ്. 89.6 FM സർഗക്ഷേത്ര. അങ്ങനെ ഒരുപാട് സിനിമാ വിശേഷങ്ങളുമായിട്ട്, പിന്നണി വിശേഷങ്ങളുമായിട്ട്, BTS ആയിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഉയരയിലേക്ക് ഒരുപാട് സന്തോഷത്തോടുകൂടിയിട്ടാണ് കേട്ടോ ഞാനിന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അതുലിൻ്റെ ആ ഒരു വൈബാണ്. നമ്മൾ ഈ യൂത്ത്ഫുൾ മൈൻഡ്സ് ഒക്കെ ഒരുമിക്കുമ്പോൾ, ഐ മീൻ ആ സംസാരത്തിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അതെനിക്ക് ഉറപ്പാണ് നമ്മളെ കേൾക്കുന്നവർക്കും കിട്ടിയിട്ടുണ്ടാവും. ചോദ്യങ്ങൾ ചോദിക്കൂ ഇനിയും എന്നുള്ളതായിരിക്കും ചിലപ്പോൾ കിട്ടാനുള്ള മറുപടി. പക്ഷെ ഞാൻ അത് കേട്ട് തന്നെ ചോദ്യം മനസ്സറിഞ്ഞ് ചോദിക്കാൻ പോകുന്നു. എനിക്ക് കുറച്ച്, അല്ലെങ്കിൽ നമുക്ക് കേൾക്കുന്ന എല്ലാവർക്കും കുറച്ച് റെക്കമെൻഡേഷൻസ് ആവശ്യമാണ്. ഓക്കെ, വേറെ ഒന്നുമല്ല, ഒരു സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പറയൂ, ഒരു അടിപൊളി 5 സിനിമ ഞങ്ങൾക്കൊന്ന് റെക്കമെൻഡ് ചെയ്യൂ. ഏത് ഭാഷയാവാം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ റെക്കമെൻഡ് ചെയ്ത റെവനന്റ് എന്ന് പറയുന്ന മൂവി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ആ സിനിമയിൽ ഒരു ലൈറ്റ്സും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും സിനിമയെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വർക്കിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് പറയുന്നത് വലിയ ക്യാമറകൾ വേണം, വലിയ ലൈറ്റുകൾ വേണം, വലിയ ആർട്ടിസ്റ്റുകൾ വേണം, കുറേ ബഡ്ജറ്റ് വേണം, ഇതൊക്കെ ആയിരിക്കും. പക്ഷെ റെവനന്റ് എന്ന് പറയുന്ന സിനിമ ഏറ്റവും ഞാൻ പറഞ്ഞ ഇമ്മാനുവൽ ലുബിസ്കിയുടെ ഏറ്റവും മികച്ച വർക്ക് ആവാനുള്ള കാരണം അതിൽ നാച്ചുറൽ ലൈറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ സ്കൗട്ട് ചെയ്തു, സെലക്ട് ചെയ്തു, നാച്ചുറൽ ലൈറ്റിൽ ഷൂട്ട് ചെയ്തു. സോ ദാറ്റ് വർക്ക് ഇസ് കൺസിഡേർഡ് ആസ് എ വെരി ഗ്രേറ്റ് വർക്ക്. ആ ഫിലിമും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് കിട്ടി. ഓക്കെ, ഇനി സെക്കൻഡ് പൊസിഷൻ ആർക്ക് കൊടുക്കാം? സെക്കൻഡ് പൊസിഷൻ ഞാൻ കൊടുക്കുന്നത് ഇതേ ഇമ്മാനുവൽ ലുബിസ്കിയുടെ തന്നെ ദ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന സിനിമയാണ്. നേരത്തെ നമ്മുടെ സംസാരത്തിൽ വന്നു. ഇതൊരു പേഴ്സണൽ സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് തവണ കണ്ട ഫിലിം ആയതുകൊണ്ട് പറയുന്നത്. സോ ട്രീ ഓഫ് ലൈഫിലും ഇതേ ഒരു സംഭവമുണ്ട്. നമ്മൾ ഏത് രീതിയിലേക്കാണ് സിനിമ മാറുന്നത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ വട്ടം കറക്കി കളിക്കുക സിനിമ. നമ്മുടെ പോക്കിരി രാജയിൽ പറയുന്ന പോലെ അതെ, തലങ്ങും വിലങ്ങും ട്വിസ്റ്റ് ആണ്. അപ്പോൾ മൂന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു സിനിമയാണ് ദ 7 എന്ന് പറയുന്ന സിനിമ. ഓക്കെ, അപ്പം ഡേവിഡ് ഫിഞ്ചർ എന്ന് പറയുന്ന ഡയറക്ടറുടെ സിനിമയാണ് 7 എന്ന് പറയുന്നത്. അതായത് അതൊരു ക്രൈം ത്രില്ലറാണ്, മൊത്തത്തിൽ ക്രൈം ത്രില്ലറാണ്. പക്ഷേ അതിൽ യൂസ് ചെയ്യുന്ന ടെക്സ്ചറുകൾ അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റിംഗ്, യൂസ് ഓഫ് ബ്ലാക്സ്, ആ ഷാഡോസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു, ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് എല്ലാം കൊണ്ടും അതൊരു വൺ ഹെൽ ഓഫ് എ മൂവിയാണ്. ഞാൻ ആ മൂവി സജസ്റ്റ് ചെയ്യും. ഫോർത്ത് മൂവി ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, ഇംഗ്ലീഷിൽ നിന്ന് വേണമെങ്കിൽ ഏത് ഭാഷയാണെങ്കിലും കുഴപ്പമില്ല. 3 കളേഴ്സ് എന്ന് പറയുന്ന ഒരു ട്രിലജി ഉണ്ട്. 3 കളേഴ്സ് ബ്ലൂ, 3 കളേഴ്സ് റെഡ്, 3 കളേഴ്സ് വൈറ്റ് എന്ന് പറയുന്ന ആ 3 സിനിമയും പറ്റുകയാണെങ്കിൽ കാണുക. ദാറ്റ് ഇസ് വൺ. അതിലെ കളർ തീമിന് ഏറ്റവും അനുയോജ്യമായ ഒരു സിനിമയാണത്. അതായത് 3 കളേഴ്സ് വൈറ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് പാലറ്റിൽ, വൈറ്റ് കളേഴ്സ് മാത്രമല്ല വൈറ്റ് പാലറ്റും ഒരു ടെക്സ്ചറും ആ തരത്തിലുള്ള മൂഡുമാണ് അത് ബിൽഡ് ചെയ്യുന്നത്. 3 കളേഴ്സ് ബ്ലൂ അതുപോലെയാണ്, 3 കളേഴ്സ് റെഡ് അതുപോലെയാണ്. സോ ദാറ്റ് ഇസ് വെരി ഗ്രേറ്റ് ട്രിലജി. അടിപൊളി. എന്തായാലും ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5 എണ്ണം നമുക്ക് വേണമായിരുന്നു. 5ാമത്തെ ആരാണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് ഞാൻ പറയും 3 Idiots. എനിക്ക് തുടക്കം മുതൽ നമ്മുടെ കൂടെ ഈ മൂവി ഉണ്ട്. ഞാനൊരു കൂടുതൽ ഒരു സ്ട്രെസ് ബസ്റ്റർ എന്നുള്ള രീതിയിലും കൂടെ കാണുന്ന ഒരു സിനിമയാണിത്. ഒരു ഓൾമോസ്റ്റ് 10-15 ടൈംസ് കണ്ടിട്ടുണ്ട്. എല്ലാം സന്തോഷമായിട്ട് ഇരിക്കട്ടെ, എല്ലാം സന്തോഷമായിട്ട് നടക്കട്ടെ. എന്തായാലും ഇനി സന്തോഷിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി നമുക്ക് അറിയാനുണ്ട്. വേറൊന്നുമല്ല, ഇപ്പൊ ഈ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ആ സ്കിൽ ഉണ്ടായിരിക്കും, പക്ഷെ അതെങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് അങ്ങനെ എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നമ്മൾ വിചാരിക്കും ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണോ, അല്ലെങ്കിൽ നമുക്ക് ആ ടാലന്റ് ഇല്ലെങ്കിൽ നടക്കില്ല എന്നുള്ളത്. ഒന്നുമല്ല, ബേസിക് സംഭവം രാവിലെ എണീച്ചിട്ട് പുറത്തേക്ക് നോക്കുക, ഒബ്സർവ് ചെയ്യുക. രാവിലെ നമ്മൾ കണ്ണു തുറക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫോൺ എടുത്ത് നോക്കാതെ ജസ്റ്റ് അത് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് വിൻഡോ തുറക്കുക അല്ലെങ്കിൽ വാതിൽ തുറക്കുക, ഒബ്സർവ് ചെയ്യുക. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, തന്നെ ഉദ്ദേശിച്ചാണ്, മാത്രം ഉദ്ദേശിച്ചാണ്. അതായത് ആ മോർണിംഗ് ടൈം നമ്മൾ എഴുന്നേൽക്കുന്ന ടൈമിൽ ലൈറ്റ് എങ്ങനെ ഫോളോ ചെയ്യുന്നു, ഇമേജസ് എങ്ങനെ ഫോം ആവുന്നു, ഏത് ലെൻസിങ് നമുക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, ഇതാണ് പ്രൈം കാര്യം. അതായത് ഒബ്സർവ് ചെയ്യുക. ഇതേപോലെ സിനിമകൾ കൂടുതൽ കാണുക, പെയിൻറ്റിങ്ങുകൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുക.
ഒബ്സർവേഷൻ ആണ് ഒരു ഫിലിം മേക്കറുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ ഇല്ലെങ്കിൽ യു കാൻ ബി എ ഗ്രേറ്റ് ഫിലിം മേക്കർ. യു ക്യാൻ ഷൂട്ട് സംതിങ്, യു ക്യാൻ പ്രൊഡ്യൂസ് സംതിങ്, യു ക്യാൻ ഡയറക്ട് സംതിങ്, ബട്ട് അതൊരു പ്രോപ്പർ ഫിലിം അല്ലെങ്കിൽ പ്രോപ്പർ ഇമോഷൻ ഒരിക്കലും ബിൽഡ് ചെയ്യില്ല. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങളുമായിട്ട് എനിക്ക് ഉറപ്പാണ് അതുലിനെ നമുക്ക് ഇനിയും സംസാരിക്കാനായിട്ട് ഇവിടെ കിട്ടട്ടെ. ഞാൻ ഉദ്ദേശം മനസ്സിലായല്ലോ അല്ലേ? അടിപൊളി സിനിമകളുടെ വിശേഷങ്ങളായിട്ട് നമ്മൾ ഇനി SK ഹോട്ട്സ്പോട്ടിലൂടെ ഒരു കാര്യമായിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടാം. ഓ അല്ല പിന്നെ നമ്മുടെ ബല്ലാരി രാജ പറയുന്ന പോലെ ഒരു വരവ് കൂടി വരേണ്ടി വരും. അതെ. ഓക്കെ, എനിക്ക് ഉറപ്പാണ് നമ്മുടെ സിനി ഫയൽസ് എല്ലാവരും നമ്മുടെ സംസാരം കേട്ട് ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടാവും. ആൻഡ് അവര് നേരത്തെ നമ്മൾ കേട്ട 5 സിനിമകളും മേ ബി അവർ എക്സ്പ്ലോർ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പതുക്കെ നമ്മുടെ സംഭാഷണം ഒന്ന് ബൈ പറയുന്ന രീതിയിലേക്ക് എത്താം. എനിക്ക് വിഷമമുണ്ട് നിർത്താൻ, കാരണം നമുക്ക് ഇഷ്ടം കൂടി ആയ മേഖല ആയതുകൊണ്ട് നമുക്ക് ഇനിയും കുറെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. ബട്ട് നമ്മുടെ സമയം നമ്മൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു ബൈ പറഞ്ഞാലോ? ഓക്കെ, എന്തായാലും ഇനിയും കലക്കൻ പരിപാടികളുമായിട്ട് നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.